ഹലോ, എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കൊക്കെ സുഖമാണ്, അൽഹംദുലില്ലാ. ഇത് ചെറിയ പെരുന്നാളിന് ഞങ്ങളൊരു യാത്ര പോയിന് കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം കോഴിക്കോട് നിന്നാട്ടോ ട്രെയിന് കൊല്ലത്തേക്കാണ് യാത്ര. ഇത്താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് പിന്നെ ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട് പോയി ഇറങ്ങി. അവിടെ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ 1:45 ജനശതാബ്ദിയാണ് കേട്ടോ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പിന്നെ 4ലേക്ക് എസ്കലേറ്റർ വഴി കയറിയിട്ട് പിന്നെയും കുറേ നടക്കാനുണ്ട്. ഇനി നടന്ന് എനിക്ക് ആകെ പ്രശ്നമായിട്ടോ, കാലൊക്കെ നന്നായിട്ട് വേദന ആയിനെ. അങ്ങനെ പിന്നെ അവിടെ എത്തി. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓല് കുറച്ച് നേരത്തെ തന്നെ ഒന്ന് എത്തിനെ, അല്ലെങ്കിൽ ഓലാണ് എന്തും നേരം വൈകുക, ഞങ്ങൾ നേരത്തെ എത്തും കേട്ടോ. ഞങ്ങളെ ട്രെയിന് കുറേ ലേറ്റായിട്ടാണ് ഇവിടെ കോഴിക്കോട് സ്റ്റേഷനിലെത്തിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്കായതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പം കുറച്ച് ബിരിയാണിയും സാദാ ചോറൊക്കെ ഞാൻ എടുത്തിന് കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ ബാക്കി വെച്ച് ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ വന്ന് പിന്നെ കയറി. എല്ലാവരും സീറ്റൊക്കെ പിന്നെ റിസർവേഷൻ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് ഇട്ടതാട്ടോ. അപ്പം ഇങ്ങനത്തെ യാത്രയൊക്കെ പോകാൻ ട്രെയിനിലൊക്കെ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ എവിടെയെങ്കിലും വിരുന്ന് പോകുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളോരോന്ന് വാങ്ങി കഴിക്കുന്നതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കം വന്ന് എല്ലാവരും ഉറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അബിയും മിന്നൊന്നും ഉറങ്ങില്ല. ഓല് ഞങ്ങളെ വീഡിയോ എടുക്കാൻ നടക്കേനെ. അങ്ങനെ പിന്നെ ഞാൻ എണീച്ചപ്പോൾ ഞാനും ഓലെ കുറേ വീഡിയോ എടുക്കും. മിന്നുവിന് ഭയങ്കര പ്രശ്നമാണ് വീഡിയോയിൽ വരാൻ കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളെ എന്താ പറയുക, ഓന് മുഖത്തൊക്കെ മുഖം മൂടിയൊക്കെ ഇട്ട് നിൽക്കുക. ഓന് കുറവായിട്ട്, അത്ര കുറവൊന്നുമില്ല, പക്ഷെ അഭിനയിക്കാണ്. അങ്ങനെ പിന്നെ കുറച്ച് ഓന് ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്നിനി. അതിൽ എന്തോ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ കുത്തിയിരുന്നിട്ടോ. കുറേ സമയം അവർക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് സിനിമ ഏതോ സൂക്ഷ്മദർശിനിയോ അങ്ങനെ ഏതോ ഒരു സിനിമ കണ്ട് അവരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ അതിൽ കണ്ടൊരു പുഴയാണ് കേട്ടോ. നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള അടിപൊളി ഒരു പുഴയാണ്. ഈ പുഴ ഏതാണെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് ഈ പുഴ ഏതാണെന്ന് ഈ സ്ഥലം എത്തിയപ്പോൾ ഞാൻ നോക്കിയില്ല സംഭവം. അതിൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ പറയുന്ന പേരുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ആലപ്പുഴ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് ഏകദേശം എത്താനായ സമയത്തേന് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിന്. പിന്നെ ഞങ്ങൾ അവിടെ കായംകുളത്ത് ഒരു 7:20 ആയപ്പോൾ ഞങ്ങൾ കായംകുളത്ത് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചോണ്ടേ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ലേ. അങ്ങനെ പിന്നെ ചട്ടിപ്പത്തിരിയൊക്കെ കൊണ്ടുവന്നിനി ഞാൻ, എരിവിലും മധുരത്തിലൊക്കെ ഉള്ള കേട്ടോ. അത് അനിയൻ്റെ വൈഫാണ്, അതാതന്നെ അനിയൻ്റെ വൈഫാണ്. അങ്ങനെ ഞങ്ങൾ ചട്ടിപ്പത്തിരിയൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത്. അളിയൻ്റെ പെങ്ങളെ മക്കളും എല്ലാവരും ഉണ്ടായി കേട്ടോ. അനിയൻ്റെ മോനും. അങ്ങനെ ഓൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. പുട്ടും കടലക്കറിയും ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പശുവിൻ്റെ പാട്ടാണ്. അവള് വീഡിയോ എൻ്റെ സമയത്തൊന്നും ഉള്ള അങ്ങനെ പാട്ട് പാടാൻ കേട്ടോ. പിന്നെ അങ്ങോട്ടോ ഫോട്ടോ എടുക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് നല്ല അടിപൊളി സദ്യ തന്നെ ഉണ്ടാക്കിന്. അപ്പം കൊല്ലം ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന നല്ല ടേസ്റ്റില്ല സദ്യയൊക്കെ തന്നെ. ഓരോ ടേസ്റ്റും നമ്മളെ ടേസ്റ്റൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാട്ടോ. ഒരു ഇഞ്ചിക്കറിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങൾ പുളിയിഞ്ചിക്കാണ് ഇഞ്ചിക്കറി എന്നൊക്കെ പറയുക. ഇത് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത്
പിന്നെ പൊടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ്. ഞാൻ ആദ്യമായിട്ട് കൂട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ നല്ല അടപ്രഥമൻ ഉണ്ടായിന്. അടപ്രഥമനും പഴവും പപ്പടം കൂട്ടിയിട്ട് നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടോ. പിന്നെ രാത്രിയത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ. പിന്നെ മകളെ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം രാത്രി അടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ നെയ്ച്ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിട്ടോ. അപ്പം ഓളും ചെറിയ 2 മക്കളും മാത്രമായതുകൊണ്ട് ഓൾക്ക് ഇങ്ങനെ ഒരുപാട് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ. അപ്പം ഞാനും താത്തയും ഞങ്ങൾ ഓളും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ച്, പിന്നെ ചിക്കൻ കറി വെച്ച്, പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കി. അപ്പോൾ അവിടുത്തെ വലിയ അരി കൊണ്ടാട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയ. ക്യാമറ ഇത് വൈറ്റായിട്ട് കാണുന്നത് ക്യാമറമേൽ പുക ആയതാണ് കേട്ടോ, ആവി കയറിയതാണ്. പക്ഷേ ഇത് വലിയ അരി കൊണ്ടായതുകൊണ്ട് നമ്മളവിടുത്തെ ആ നെയ്ച്ചോറിൻ്റെ ഒരു ഫീലൊന്നും കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മക്കളൊക്കെ പറഞ്ഞേ. ഇവിടുത്തെ അരി എന്താ പറയുക, ഇതൊക്കെ നമ്മളെ ഫ്രൈഡ് റൈസൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. വലിയ ബിരിയാണിയൊക്കെ വെക്കൽ ഈ അരി കൊണ്ടാണ്. പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ, അവിടെയും 2 ചെറിയ മക്കളുണ്ട്. പിന്നെ റാമി ആശും കൂടിയാൽ പിന്നെ അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിച്ചിട്ടോ. ഇത്രയ്ക്ക് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളേ. കാരണം പിന്നത്തെ വീഡിയോ എടുക്കാനൊക്കെ ഞാനങ്ങ് മറന്നും പോയി. പിന്നെ വേറൊരു പെങ്ങളെ വീട്ടിലും കൂടിയും പോയിനെ. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ അവിടെയും സാദാ ചോറ്, മീൻ മുളകിട്ടത്, മോര് കറി, മീൻ ഫ്രൈ, അങ്ങനത്തെ ഒക്കെ, കപ്പ, അവിടെ ചീനി എന്നാണ് പറയുക, ചീനിയൊക്കെ ഉണ്ടാക്കിയതാണ്. അതും കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതിന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്.